തോമസ് കുട്ടി വിട്ടോടാ. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമാണ്. SSGD ഫിസിക്കൽ 5 കിലോമീറ്റർ ഓട്ടം നമ്മൾ 20 മിനിറ്റിൽ എത്താനുള്ള പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാമ്പിന് മുന്നിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ 5 റൗണ്ട് ഓടാറ് ഒരു 13-14 മിനിറ്റിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതേ ഒരു 10 മിനിറ്റിൽ ഓടി തുടങ്ങി സ്റ്റുഡൻസൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു, വാമ്പ് നന്നായി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് നല്ല ഇൻഡ്യൂറൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ വാമ്പ് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റി സെറ്റാവുക. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫൺ ടൈമാണ്. കുറച്ച് നേരം ഞങ്ങളൊരു 10 മിനിറ്റോളം വാമ്പ് കഴിഞ്ഞിട്ട് വർത്തമാനം പറയാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ വർക്കൗട്ട് ഞങ്ങൾ സ്ട്രെങ്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത്. സ്ട്രെങ്ത് ഇല്ലാണ്ട് നമുക്ക് ഒരു വർക്കൗട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം മസിലിന് ബലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓടാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി വരുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു റൗണ്ടൊക്കെ ഓടുമ്പോഴേക്കും അല്ലെങ്കിൽ 5 റൗണ്ട് റിപ്പീറ്റേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു റൗണ്ടൊക്കെ ഓടുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവുന്നത് സ്ട്രെങ്ത് ഇല്ലാത്ത കാരണം കൊണ്ടാണ്. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. എപ്പോഴും നമ്മൾ സ്ട്രെങ്ത് എപ്പോഴും ഉണ്ടാക്കിയെടുത്തിട്ടാണ് വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. റിപ്പീറ്റേഷൻ വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സ്ട്രെങ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 30 മീറ്റർ സ്പീഡ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളെ സ്പീഡാക്കി എടുക്കണം. നമ്മൾ സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നല്ല റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് നമ്മൾ കോമ്പറ്റീഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിലൊക്കെ സ്പീഡിൽ ഓടി വരാനായിട്ട് നമുക്ക് ചിലപ്പോൾ കപ്പാസിറ്റി ഇല്ലെങ്കിൽ കൂടി നമുക്ക് ബലം ഉണ്ടെങ്കിൽ മസിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 റൗണ്ട് ജോഗിങ് ചെയ്തായിരുന്നു. മീൻസ് വാമ്പ് നമ്മൾ 5 റൗണ്ട് ചെയ്തത് ഒരു 9 മിനിറ്റ് 10 മിനിറ്റിലുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 5 റൗണ്ട് ഓടിയതും ഒരു 10 മിനിറ്റിൽ തന്നെ. സാധാരണ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 5 റൗണ്ടൊക്കെ ഓടിപ്പിക്കാറ് നമ്മളൊരു 14-15 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ഇവർ ഫിനിഷ് ചെയ്യാറ്. അപ്പോൾ ഇവർ ഒരാഴ്ച കൊണ്ട് തന്നെ വളരെയധികം ബെറ്റർ ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്ഡമൺ സ്ട്രെച്ചിങ് വർക്കൗട്ടൊക്കെ നന്നായി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും.